ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ ഒന്നല്ല കേട്ടോ. നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ഒരു ട്രൈപ്പോഡും റിങ്ങും കൂടിയിട്ടുള്ള ഒരു ലൈറ്റും കൂടിയിട്ടുള്ള ഒരു ട്രൈപ്പോഡ് നമ്മൾ വാങ്ങാനായിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് അത് സാധനം കൈ കിട്ടുമ്പോഴത്തേക്കും അത് ഒന്ന് വന്നു, അത് ഡാമേജ് ആയിരുന്നു. രണ്ടാമത് വന്നു, അതും ഡാമേജ് ആയിരുന്നു. പിന്നെയും നമ്മൾ റിട്ടേൺ അയച്ചു. ഇപ്പം മൂന്നാമത് വന്നിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ സംഭവം എന്താണ് കേട്ടോ, നല്ല കവറിലൊക്കെയാണ് അവർ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് അയച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കവറിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആകെക്കൂടി നമുക്ക് ഇതേപോലത്തെ ഒരു ബോക്സിലാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ പുറമേ നമുക്ക് വേറൊരു പ്ലാസ്റ്റിക് കവറും കൂടി ഫ്ലിപ്കാർട്ടിൻ്റെ ഇതിൽ നിന്നും പറഞ്ഞിട്ടൊക്കെ നമുക്ക് ഇട്ടൊക്കെ തന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു പ്രൊട്ടക്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇങ്ങനെ കൂടെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇത് ആണ് നമ്മുടെ ട്രൈപ്പോഡ്. ഈ സംഭവമാണ് നമുക്ക് എപ്പോഴും ആയിട്ട് കംപ്ലൈൻറ്റ് വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കി നോക്കാം, അയച്ച് നോക്കി നോക്കാം. ലൈറ്റ് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല, കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് നമുക്ക് മാറ്റിച്ചിട്ട് ഫസ്റ്റ് ഇത് നമുക്ക് നോക്കി നോക്കാം, എന്താ അവസ്ഥ എന്നൊന്ന് നോക്കി നോക്കാം. ഇതിങ്ങനെ നമ്മൾ മെല്ലെ പൊട്ടിച്ചെടുത്തിട്ട് ഇതെവിടെ മേലെ അതിൻ്റെ സെറ്റ് ചെയ്യുന്ന ഫോണിൻ്റെ ഹോൾഡറും പിന്നെ അതിൻ്റെ നെറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ രണ്ട് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ട്രൈപ്പോഡും ഫോണിൻ്റെ ഹോൾഡറൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഹോൾഡർ. ഇതറിയാലോ, ഈ സാധനം ഇങ്ങനെ എടുത്തിട്ട് ഇതിനും വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇതും നല്ലതാണ് കേട്ടോ. ഈ സാധനം എന്തായാലും നമ്മളിത് ഇങ്ങനെ വലിച്ച് നീട്ടിയാൽ ഇതാട്ടോ, ഇങ്ങനെ വലിച്ച് നീട്ടാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഫോണിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ട്രൈപ്പോഡ് എടുത്ത് നോക്കാം എന്താ അവസ്ഥ എന്ന്. ട്രൈപ്പോഡ് നമ്മളിങ്ങനെ മെല്ലെ എടുത്തു. കവർ ഇതിൻ്റെ ഉള്ളിൽ ഒരു കവറുണ്ട്, ഇത് നമ്മൾ അഴിച്ചു. വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ല എന്നല്ല, ഇത് പ്രശ്നമൊന്നുമില്ല. ഇത് നല്ല സൂപ്പർ സാധനം തന്നെയാണ്. ഇത് എവിടെയും ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. എന്താ ഫസ്റ്റ് നമുക്ക് കിട്ടിയപ്പോൾ ഈ കാലുകളായിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ അതൊന്നും കുഴപ്പമില്ല. പിന്നെ രണ്ടാമത് കിട്ടിയപ്പോൾ നമുക്ക് അത് ചളങ്ങിയിട്ടുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്, മൊത്തം ചളങ്ങിയിട്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ഈ ട്രൈപ്പോഡ് എന്തായാലും കുഴപ്പമില്ല കേട്ടോ, അടിപൊളി ട്രൈപ്പോഡാണ്. അപ്പോൾ ഈ ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഈ ട്രൈപ്പോഡ് മേടിക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇതാണ് കേട്ടോ ഫുള്ള്, ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഇത്രയാണുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് എങ്ങനെയാണ് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. ഇതിപ്പോൾ നമ്മൾ മറ്റേ ഫോണിൻ്റെ ഹോൾഡർ കണക്ട് ചെയ്യാൻ പോകുന്ന പോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ആ നെറ്റ് കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് എടുത്ത് നോക്കാം. ഇനി ലൈറ്റ് ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, ലൈറ്റ് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് കേട്ടോ. സംഭവം എന്താണ്, ഇതും ഈ പറഞ്ഞ പോലെ 2-3 കവറിലൊക്കെ ഇട്ടിട്ടാണ് ലൈറ്റ് ആണെങ്കിലും നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ലൈറ്റും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ലതിൽ വരുമ്പോൾ എന്തായാലും പ്രശ്നങ്ങളൊന്നും അങ്ങനെ പൊട്ടുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇത് വർക്കിംഗ് ആണോ എന്നും കൂടി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്തായാലും നോക്കി നോക്കാം വർക്കിംഗ് ആണോ എന്നും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതായി വയറൊക്കെ ഇതിനകത്ത് ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ റിംഗ് ലൈറ്റ് കേട്ടോ. ഇതാണ് നമ്മളെ ലൈറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവം കേട്ടോ. ഫോൺ ഹോൾഡറിലേക്ക് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കമ്പി പോലുള്ള സാധനം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിട്ടിട്ട് ഒന്നിങ്ങനെ മുറുക്കി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിൽ ഇത് ചെരിച്ചും ഒക്കെ വളച്ചൊക്കെ വെക്കാവുന്നതാണ്. ഇത് പൊട്ടി പോകത്തൊന്നുമില്ല കേട്ടോ, നല്ല ഇതിൽ വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും, ഞാനിത് വെച്ചിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെയൊന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് നമ്മൾ ട്രൈപ്പോഡിൽ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ 2-3 പ്രാവശ്യം ഈ ലൈറ്റ് വന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആദ്യം ഇത് എന്താ ഐഡിയ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് തന്നേക്കുന്നതെന്ന് തന്നെ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് 2-3 പ്രാവശ്യം വന്നതുകൊണ്ട് ഇത് എന്താണ് സംഭവം, എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റിയിട്ടോ. അതാണ് ഈ ഫ്ലിപ്കാർട്ടുകാർ ഫസ്റ്റും രണ്ടാമത്തെ തവണയും ഒക്കെ റിട്ടേൺ അയച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഉപകാരം അതാണ് കേട്ടോ. നോക്കി ഇതിപ്പോൾ സെറ്റ് ചെയ്യാൻ എളുപ്പമായി പെട്ടെന്ന് തന്നെ. ഇനി നമുക്ക് ലൈറ്റ് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ, റിംഗ് ലൈറ്റ്. അപ്പം നമ്മളിത് ആദ്യം ട്രൈപ്പോഡിൽ
ഫോൺ ഹോൾഡർ സെറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതിനകത്തേക്ക് റിംഗ് ലൈറ്റ് ഇതേപോലെ തിരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ആ കമ്പി പോലത്തെ സാധനം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, തിരിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആ ഫോൺ ഹോൾഡർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് വെക്കാം. ഇനി നമുക്ക് ഫോൺ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഫോണാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഷോട്ട് എടുക്കുന്ന മാതിരിയും വലിയ വീഡിയോസ് എടുക്കുന്ന മാതിരിയും ഒക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഫോൺ വെച്ച് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്ത് ഫോൺ നിലത്ത് വീഴുമെന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട. ഇനി ലൈറ്റ് കത്തിച്ച് വെക്കാം. ലൈറ്റ് ഇതാ ഇവിടെ വർക്കിംഗ് ആണ് കേട്ടോ. പിന്നെ റിംഗ് ലൈറ്റിൻ്റെയും ട്രൈപോഡിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ പോയി കാണുക കേട്ടോ. അപ്പോൾ പുതിയതായി മേടിക്കുന്നവർക്ക് ഇതിൻ്റെ എന്തായാലും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അവരെന്തായിട്ടൊന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 പ്രാവശ്യം കിട്ടിയ ട്രൈപോഡിൻ്റെ പിക്ചറാണ് കേട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, സംഭവം എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഫ്ലിപ്കാർട്ടുകാർ നമ്മളെ ചതിച്ചില്ല. സംഭവം എന്തായാലും സെറ്റായിട്ടുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും സാധനമൊക്കെ ഭയങ്കര കുഴപ്പത്തിലാണ് നമുക്ക് കിട്ടിയതെങ്കിലും ഇപ്പോൾ മൂന്നാമത് കിട്ടിയത് വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.